ഇതാണ് സത്യത്തിൽ വേദനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമല്ല ഉദ്യോഗസ്ഥരെയും അന്വേഷണ സമിതികളും ഏറ്റെടുക്കേണ്ടത്. യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പിന്നെ കുട്ടിയുടെ കൈ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെറുതെ പിന്നെ ഒരു രസത്തിന് വേണ്ടി പഴുത്തു പോകുന്നതാണ്. ആ അമ്മ പറയുന്നുണ്ടല്ലോ കുട്ടിയുടെ കൈനെ ഞാൻ കണ്ടിരുന്നു ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ വിഷ്വൽസ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാവും. 5 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് മരുന്ന് എഴുതി കൊടുത്താൽ എന്നാൽ പിന്നെ 5 ദിവസം മരുന്ന് കൊടുക്കാമെന്ന കുടുംബം പാവം തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള വ്യഗ്രതയല്ല. അങ്ങനെ മന്ത്രിമാർ തന്നെ നേരിട്ട് പറഞ്ഞിട്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ട സംസ്ഥാനമാണിത്. ബിന്ദുവിന് സംഭവിച്ചാൽ നമുക്കറിയാലോ, അവിടെ ഒന്നുമില്ല, ആരുമില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇത് ഒരു തരത്തിലുള്ള ഈഗോ എടുക്കേണ്ട ഒരു വിഷയമല്ല. ആ കുട്ടിക്കുണ്ടായ പ്രയാസത്തിൽ സംഭവിച്ചത് എന്താണോ അത് തുറന്ന് പറയുക. അതിൻ്റെ കാരണം ആരാണോ നടപടി എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താ? ഈ കുട്ടിയുടെ ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇറങ്ങിയാൽ ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു വെക്കാനല്ല ഇപ്പം തന്നെ ശ്രമിക്കുന്നത്. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ആ ആറ്റിറ്റ്യൂഡ് അംഗീകരിക്കുകയല്ല. അതിനകത്ത് കൃത്യമായ പ്രതികരണങ്ങളുണ്ടാവും. ഞങ്ങളിപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വേദനിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് തിരിച്ചറിയുക. ഇനി മനുഷ്യസാധ്യമായ പരിഹാരങ്ങൾ ആ കുടുംബത്തിനും കുട്ടിക്കും ചെയ്തു കൊടുക്കണം. അതിൽ ഈഗോ വെടിയണം. ആ കുട്ടിയുടെ രക്ഷയ്ക്കെത്തണം എന്നുള്ളതാണ് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത്. ഇനി അവരുടെ പ്രതികരണങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഞങ്ങളുടെ പ്രതികരണങ്ങൾ അതനുസരിച്ചായിരിക്കും. എന്നാലല്ലേ അതൊരു മെസ്സേജ് പോവുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു അതീവ ശ്രദ്ധാലുക്കളാവേണ്ട സിറ്റുവേഷൻസിൽ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്താലാണ് അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ കാരണം അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളല്ല, സർക്കാർ ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകളാണ്.